വേണം എന്നുള്ളവർ മാത്രം ചെയ്യേണ്ട പണിയാണ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് അതർ തിങ്സ്. ഇപ്പോൾ ഹെയർ എനിക്ക് കുഴപ്പമില്ല, ഇതെനിക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോവുക. അയ്യോ ഇത് വേണം, ഇതില്ലെങ്കിൽ എൻ്റെ വർക്കിന്, ജോബിന്, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രസൻറ്റേഷന്, ഇതിനെല്ലാത്തിനും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ആ ഫ്യൂച്ചറിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ പ്രൊസീജിയർ ചെയ്ത് അത് അങ്ങ് ഇല്ലാതാക്കുക, ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കുക. കാരണം അത്രയും മൈനർ പ്രൊസീജിയേഴ്സാണ്, ഇതൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നാച്ചുറലി വളരുന്ന മുടിയായിട്ട് കൊടുക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ പ്രൊസീജിയേഴ്സും അതർ ഫേസ് ആൻഡ് സ്കിന്നിലേക്കുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഉള്ള കാലത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും പറയും. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞാലോ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേഷ്യൻസ് വന്നും സങ്കടങ്ങൾ പറയുമ്പോൾ യു ക്യാൻ ഫീൽ ഇറ്റ് ലൈക്ക് ഓ ഇതാണ് കാലം. അപ്പോൾ സോ പിന്നെയും നമ്മളിങ്ങനെ കൊണ്ടുപോകും കുറച്ച് കാലം കൂടെ, അടുത്ത വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറി വരും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് പേര് ഇതില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടി ജോബ് ഇൻ്റർവ്യൂസ്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ വരുമ്പോൾ ഫസ്റ്റ് അവൻ്റെ ഫിസിക്ക് നോക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫിസിക്ക് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യേണ്ട, അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. ഇതേ സംഭവം ഒരു 10 വർഷം മുമ്പ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കും, അവരെ ക്വാളിറ്റി നോക്കും, അടുത്താണ് നമ്മൾ അവരെ ഫിസിക്ക് നോക്കുള്ളൂ. ആ കാലത്തിൻ്റെ മാറ്റം ഭയങ്കരമായി. അപ്പോൾ അത് എല്ലാം ഫാക്ടറാണ്. അപ്പോൾ ഇത് കോസ്മെറ്റിക് എന്നുള്ളത് പണമുള്ളവർക്കോ ഇല്ലെങ്കിൽ എല്ലാം സെറ്റിലായവർക്കോ എന്നുള്ളത് മാത്രമല്ല, സെറ്റിലാവാൻ വേണ്ടിയിട്ടും ഇത് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി.